ഹരിതകർമ്മസേന ഇപ്പോൾ കേരളത്തിന്റെ ശുചിത്വ സൈന്യമായി മാറിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ MCF സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെയാകെ 2 തവണ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയാൻ പറ്റുന്നത്ര മാലിന്യമാണ് ഒറ്റ വർഷം കൊണ്ട് ഹരിതകർമ്മസേന ശേഖരിച്ചത്. ഇത് ദേശീയ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. ഹരിതകർമ്മസേന ഇപ്പോൾ കേരളത്തിന്റെ ശുചിത്വ സൈന്യമായി മാറിയിട്ടുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ആദരണീയനായ മന്ത്രിയെ ഏവർക്കും വേണ്ടി ഒരിക്കൽ കൂടി മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ MCF സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഏറ്റവും സന്തോഷമുള്ള വേറൊരു കാര്യം, നിങ്ങൾ തന്നത് ഒരു ഉപകാരമുള്ള ഉപഹാരമാണ് എന്നതാണ്. എം മുകുന്ദന്റെ ഏറ്റവും പുതിയ പുസ്തകം, ഈ ഒക്ടോബർ മാസത്തിൽ ഇറങ്ങിയ പുസ്തകം. ഞാനാണെങ്കിൽ ആ പുസ്തകം കണ്ടിട്ടുമില്ല, അതിനെപ്പറ്റി കേട്ടിട്ടുമില്ല. അപ്പോ ഏറ്റവും പുതുതാണ്, ഇപ്പൊ ഇറങ്ങിയ പുസ്തകമാണ്. ആ പുസ്തകം വളരെ വിലപ്പെട്ട ഒരു ഉപഹാരമായി. അതിന് പ്രത്യേകം നന്ദി അറിയിക്കുക. MCF കഴിഞ്ഞ ഏതാനും കൊല്ലത്തിനിടയിലാണല്ലോ കേരളത്തിൽ മുഴുവൻ ആരംഭിക്കാൻ തുടങ്ങിയത്. ഹരിതകർമ്മസേന അടുത്ത കാലത്താണ് ഹരിതകർമ്മസേനയ്ക്ക് ഇത്രയും സ്വീകാര്യത കിട്ടിയത്. സംസ്ഥാനത്തെ ആകെ 2 തവണ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിയാൻ പറ്റുന്നത്ര മാലിന്യമാണ് ഒറ്റ വർഷം കൊണ്ട് ഹരിതകർമ്മസേന ശേഖരിച്ചത്. ഇത് ദേശീയ മാതൃകയാണ്. സർക്കാർ അംഗീകരിച്ച നടപടികൾ കൊണ്ട് സംസ്ഥാനത്ത് മാലിന്യം ശേഖരിക്കുന്നതിന്റെ അളവ് കൂടുകയും ഹരിതകർമ്മസേനാംഗങ്ങളുടെ ശമ്പളത്തിൽ വർധനവുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തെന്ന് മന്ത്രി പറഞ്ഞു. MCF അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV ജ്യോതിപ്രഭ അധ്യക്ഷത വഹിച്ചു. മുതുകുളം ഗ്രാമപഞ്ചായത്ത് ഈരയിൽ വാർഡിൽ 22.5 സെന്റ് സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ജില്ലയിലെ ഏറ്റവും ബൃഹത്തായ MCF സെന്ററാണ് നിർമ്മിച്ചത്. ബെയിലിംഗ് മെഷീൻ പ്രവർത്തനോദ്ഘാടനം, കൺവെയർ ബെൽറ്റ് പ്രവർത്തനോദ്ഘാടനം എന്നിവ ജില്ലാ പഞ്ചായത്ത് അംഗം ജോൺ തോമസ് നിർവഹിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് D. അംബുജാഷി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G. ലാൽ മാളവ്യ, പഞ്ചായത്ത് സെക്രട്ടറി N. അനിൽകുമാർ, മുതുകുളം ബ്ലോക്ക് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഗീത ശ്രീജി, ബിന്ദു സുഭാഷ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സബിത വിനോദ്, U. പ്രകാശ്, മഞ്ജു അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ A. അനസ്, ശുഭ ഗോപകുമാർ, VS ശ്രീജ, സുസ്മിത ദിലീപ്, S. ഷീജ, K. ശ്രീലത, A. സുനിത, LSGD ഡെപ്യൂട്ടി ഡയറക്ടർ D. ഷിൻസ്, ഹരിതകർമ്മസേന കൺസോർഷ്യം സെക്രട്ടറി അശ്വതി, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. CD നെറ്റ് ന്യൂസ്, മുതുകുളം.